അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ അന്ത്യയുടെ യാമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദും നമ്മുടെ സമീറയും അതാ അവരുടെ മണിയറയിലാണ്. ശരിക്കും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അതെ ആ ഒരു വിവാഹം അത് സമീറയെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. റബ്ബേ, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത്? റഹ്മാനെ, ഇത്രയും വലിയൊരു ഫ്ലാറ്റിൽ അതെ എൻ്റെ പുതുമാരൻ്റെ കൂടെ ഞാൻ നിൽക്കുകയാണല്ലോ. അതും ഈ നാട്ടിലെ പണ്ഡിതനായ ഒരാളാണ് എന്നെ നിക്കാഹ് കഴിച്ചത്. അവൾക്ക് എത്രയായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവൾക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുതം പോലെ തോന്നുന്നു. റഹ്മാനെ, നീ എനിക്കിതൊക്കെ തന്നതാണോ എന്നുള്ള രീതിയിൽ. എന്നാൽ ഉസ്താദ് അതാ തൊട്ടടുത്ത് അവളുടെ അരികിലേക്ക് വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു കാര്യം പറയട്ടോ. ഞാൻ നിങ്ങളോട് ഇന്നലെ ലൈക്ക് ചോദിച്ചപ്പോൾ 2800 പേര്, ഏകദേശം 53,000 പേര് കണ്ട വീഡിയോയിൽ 2800 പേര് എനിക്ക് ലൈക്ക് തന്നിട്ട് ഭയങ്കര സന്തോഷം എനിക്ക്. കാരണം ഞാൻ നിങ്ങളോട് ലൈക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ തരുന്നുണ്ടല്ലോ അല്ലേ. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ആയില്ലേ? നമ്മുടെ ഉസ്താദിൻ്റെയും സമീറൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരുപാട് കമൻസുകൾ ഇങ്ങനെ വായിക്കണം കേട്ടോ. വായിച്ച് ഇങ്ങനെ വിടുകയാണ്. ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങളെ കമൻറ്റൊക്കെ കണ്ടപ്പോഴെല്ലാവർക്കും റാഹത്തയക്കണല്ലേ. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. നമ്മളൊരു കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് അതിനുള്ള പ്രതിഫലം നൽകും. നമ്മുടെ സമീറൊക്കെ അതിനുള്ള പ്രതിഫലം കിട്ടി. ഒരുപാട് ചവിട്ടും കുത്തും തെറിയും അതും ഇതും ഒക്കെ കൺമുമ്പിൽ കണ്ടുപോരുതെന്ന് പറഞ്ഞ് ഇറക്കി വിടലും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ആ പെണ്ണ്. എന്നാൽ ഐഷുമ്മ സ്വീകരിക്കുകയും ഉസ്താദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്തപ്പോൾ അത് വല്ലാത്തൊരു റാഹത്തായിട്ടോ, സന്തോഷമായി. എന്തൊക്കെ തന്നെ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാട്ടോ. ഞാൻ ഇടയിൽ നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവില്ലേ. സോറി, നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ അതാ ഉസ്താദ് സമീറയുടെ തലയിൽ മൃദുവായി കൈവച്ചു. അത് തൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം കഴിഞ്ഞിട്ടും ഇങ്ങനെയൊന്നും അവൾക്ക് ലഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും അവൾക്ക് അറിയുകയുമില്ല. എന്നാൽ ശരിക്കും ഉസ്താദ് അതാ സ്നേഹത്തോടെ തൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് അതാ ചൊല്ലി തുടങ്ങുന്നു. ഒരു മനുഷ്യൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണ്. ഒരു പക്ഷേ വിവാഹം അത് ഹൈറല്ല എങ്കിൽ അത് ഒരു പക്ഷേ അത് വേർപ്പെടും. എന്നാൽ പുതിയൊരു ജീവിതം അതാരും ഒന്ന് ആഗ്രഹിക്കുന്നതാണ്, നല്ല രീതിയിൽ ഒരു ജീവിതം എന്നുള്ളത്. എന്നാൽ ആ ജീവിതം സന്തോഷകരവും ആനന്ദകരവും ബർക്കത്തുള്ളതും ആവണമെങ്കിൽ ചില നിയമങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, നമ്മുടെ ഉസ്താദിന് അതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് പ്രായോഗികമാക്കിയിട്ട് അവർ അവരുടെ ശാരീരിക ബന്ധത്തിലേക്ക് വരെ അതെ എത്തിപ്പെടാൻ പാടുള്ളൂ എന്നാണ്. അതിന് ചില നിയമങ്ങൾ നിബന്ധനകളുണ്ട്. അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബർക്കത്തും റഹ്മത്തും ആ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പലരും വിവാഹ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ മിക്ക കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ നമ്മുടെ ഉസ്താദ്, അത് ഉസ്താദിൻ്റെ ഭാര്യ സഹറ പക്ഷേ അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകുകയായിരുന്നു. അവർ ഒരിക്കൽ പോലും ഉസ്താദ് അങ്ങനെ ചെയ്യാനിട്ടോ ഒന്നുമല്ല. അത് അവരുടെ ആയുസ് അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ട ഐഷുമോളുടെ ഉമ്മച്ചി അതെ പിരിഞ്ഞു പോയിട്ടും ഉസ്താദിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയായിരുന്നു. ഇത്രയും കാലം മോൾക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഇങ്ങനൊരു വിവാഹത്തിനും തയ്യാറായി. എന്നാൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഭാര്യയെ ആദ്യമായി കാണുമ്പോൾ, ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പലരും അതൊന്നും പ്രായോഗികമാക്കാറില്ല എന്നതാണ് യഥാർത്ഥ സത്യം. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അതെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ അതെ അന്നവിടെ ഒരു കിച്ചൺ സെറ്റാക്കലും അതെ ഓംലേറ്റും ചായയും വീട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം മണവാട്ടിയെ കൊണ്ട് ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കിച്ചിട്ടും ചായ ഉണ്ടാക്കിച്ചിട്ടും അങ്ങനെയൊക്കെ അവരുടെ ജീവിതം തുടങ്ങുന്നു. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും പലരും അനുസരിക്കാറില്ല എന്നതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബർക്കത്തും റഹ്മത്തും നമ്മിലേക്ക് വന്നു ചേരും. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഫൈസി ഉസ്താദ് അതാ നിക്കാഹിന് ശേഷം പ്രിയപ്പെട്ട തൻ്റെ ഭാര്യ സമീറയെ ആദ്യമായി കാണുകയാണ്. ആദ്യമായി അവളെ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്.
ഈ റൂമിൽ ഇന്ന് അവർ രണ്ടുപേരും തനിച്ചാണ്. അതെ, അവരുടെ വിവാഹ ജീവിതം എന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉസ്താദ് അത് ചെയ്യുകയാണ്. അതെ, നമ്മുടെ ഉസ്താദ് സമീറയുടെ തലയിൽ കൈവച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ബാറക്കല്ലാഹു ലിക്കുല്ലി മിന്ന ഫീ സാഹിബിഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ജബൽതഹ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ജബൽതഹ അലൈഹി. അതെ, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ ബർക്കത്തായിരിക്കും അവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുക. എല്ലാവരും ആദ്യ രാത്രിയിൽ ഇത് പതിവാക്കണം. നമ്മുടെ ഉസ്താദും തന്നെ സമീറയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അത് ചൊല്ലിയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം. അല്ലാഹുവേ, ഇവളുടെ നന്മയെയും ഇവളിലുള്ള നല്ല കാര്യത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവേ, ഇവളിൽ സൃഷ്ടിക്കപ്പെട്ട തിന്മയെയും വേണ്ടാത്ത കാര്യത്തെയും തൊട്ട് ഞാൻ അഭയം തേടുന്നു. റഹ്മാനെ, അവളുടെ നന്മയെ എനിക്ക് നീ നൽകണേ റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ജീവിതം തുടങ്ങുന്നത്. എൻ്റെ പെണ്ണെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തേക്കാ? നമുക്കൊന്ന് പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്യണ്ടേ? തീർച്ചയായും. എന്നവാ എൻ്റെ പെണ്ണ് ഉളൂഹ് ചെയ്യ്, പോയിട്ട് ഞാനും ഉളൂഹ് ചെയ്ത് വരാം. അങ്ങനെ അതാ അവർ രണ്ടുപേരും ഉളൂഹ് ചെയ്യുവാൻ വേണ്ടി പുറപ്പെട്ടു. അതെ, ഉളൂഹ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു നിമിഷം സമീറ വിചാരിച്ചു പോയി, റഹ്മാനെ, ഹൈറായ ജീവിതം, അതിന് നമ്മൾ ഹൈറായ ഭർത്താക്കന്മാരെ തന്നെ തിരഞ്ഞെടുക്കണം. പടച്ച റബ്ബേ, അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. റഹ്മാനെ, അല്ലാ, നീ എനിക്ക് സ്വാലിഹായ ഒരു ഭർത്താവിനെ തന്നപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നു. അങ്ങനെ അതാ അവർ ഉളൂഹ് ചെയ്തു. രണ്ടുപേരും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുവേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതം നീ ആക്കി തീർക്കണമേ റഹ്മാനെ. ഷെയ്ത്വാൻ്റെ ഷർറിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. മരണം വരെ റാഹത്തോടു കൂടി ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ആമീൻ. അതെ, ഉസ്താദിൻ്റെ ആ ഒരു പ്രാർത്ഥനയിൽ സമീറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉസ്താദ് ഒരു നിമിഷം അവളെ നോക്കി. അതെ, ആ നിസ്കാരക്കുപ്പായത്തിൽ അവളെ കാണാൻ വല്ലാത്ത മൊഞ്ചുണ്ടായിരുന്നു. സമീറ, എൻ്റെ പെണ്ണെ, നിൻ്റെ മുഖം ഇത്രയധികം പ്രകാശമുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴാണ് കാണുന്നത്. ഉസ്താദേ, അത് ഈ ഡ്രസ്സ് ഇട്ടിട്ടാ. എന്താ എന്നാ അതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചേ. അങ്ങനെ അത് സമീറ നിസ്കാരക്കുപ്പായമെല്ലാം അഴിച്ചു വെച്ചു. നമുക്ക് അല്പം ഒന്ന് ഖുർആൻ ഓതാമല്ലേ? ഒരു സ്പെഷ്യൽ സൂറത്തുണ്ട്, അതൊന്ന് ഓതിയാലോ? നമ്മളിലെ അള്ളാഹു ബർക്കത്ത് ചെരിയട്ടെ. രണ്ടുപേരും ഖുർആൻ എടുത്ത് പാരായണം ചെയ്തു. അങ്ങനെ അതാ അവരുടെ അള്ളാഹുവിനോടുള്ള നന്ദി അവർ അറിയിച്ചു. അതെ, ഇത്രക്കും വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും നല്ലൊരു ദാമ്പത്യ ജീവിതം അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയല്ലോ. അതാണ് അവർക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. പ്രിയപ്പെട്ട എൻ്റെ സമീറ, ഒരു ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യയ്ക്ക് കിട്ടുവാൻ ഉള്ള ഏറ്റവും വലിയ സമ്മാനം എന്താ നിനക്കറിയോ? എന്തേക്കാ? അതെ, അതവളെ പരിഗണിക്കലാണ്. എൻ്റെ സമീറ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എന്ത് പറഞ്ഞാലും എന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ ഞാനത് സാധിപ്പിച്ചു തരും. ഇക്ക, ഒന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ സ്നേഹം മാത്രം മതി. സമീറ വിതുമ്പിപ്പോയി. എൻ്റെ പെണ്ണെ. അതെ, ഉസ്താദ് അവളുടെ കൈ പതുക്കെ പിടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എൻ്റെ പെണ്ണെ, വാ. അങ്ങനെ അതാ സമീറയെ കൈ പിടിച്ചുകൊണ്ട് അവിടേക്ക് ആ ബെഡിലേക്ക് ഇരുത്തുന്നു. ഉസ്താദ് പതുക്കെ അവളുടെ തോളിലൂടെ കൈയിട്ടു. അവളുടെ ചെവിയോട് ചേർന്ന് ഉസ്താദ് മന്ത്രിച്ചു, സമീറ, എന്താ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം? ഒരു നിമിഷം അവൾക്കാകെ കൈകാലുകൾ വിറക്കുന്ന പോലെ തോന്നി. അത് ഉസ്താദേ, നിങ്ങളുടെ ദീന് തന്നെ, അതെ, നിങ്ങളുടെ അറിവ് കൊണ്ട് തന്നെയാണ്. ഞാൻ മാത്രമല്ലല്ലോ, ഒരുപാട് അതിനെക്കുറിച്ച് പറയണ്ട എൻ്റെ സമീറ. എനിക്ക് അള്ളാഹു നിനക്ക് എന്നെ നൽകിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതെ, നമ്മുടെ പൊന്നുമോൾ
ഒരു നിമിഷം സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ കരയുന്നേ? അത് ഉസ്താദേ, ഐഷുവിനെ കാണാൻ നിന്നിട്ട് ഒരു സുഖല്ല. ഓഹോ, ഇന്ന് ഐഷുവിന് പകരം ഐഷുവിൻ്റെ ഉപ്പച്ചി പോരെ? അതുപോരെ? എന്നും ഐഷു കൂടെ ഉണ്ടായിരുന്നല്ലോ. ഒരൊറ്റ ദിവസം ഐഷുവിൻ്റെ ഉപ്പച്ചി കൂടെ പോരെ? എന്താ ഒന്നും പറയാത്ത? എന്നാലും ഐഷു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് വല്ലാത്തൊരു... ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ, ഷാമോൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോഴേ അവളെ മനസ്സൊക്കെ അങ്ങ് മാറി. എനിക്ക് ടെൻഷനൊന്നുമില്ല. എനിക്ക് ഷാമോനും ഉമ്മയും അവരൊക്കെ നല്ല ആളുകളൊക്കെ തന്നെയാണ്. പെട്ടെന്ന് സമീറ സൗദിയെക്കുറിച്ച് ഓർത്തു. റബ്ബേ, എൻ്റെ കുട്ടിയൊന്നും കാട്ടാൻ മതിയെന്ന് റബ്ബേ, പറയാൻ പറ്റൂലേ? എന്താ? ഒന്നുമില്ല. ഉസ്താദിനോടൊരു പക്ഷേ അത് പറഞ്ഞാൽ മനസ്സ് വിഷമിച്ചാലോ എന്ന് കരുതിയിട്ട് അവളൊന്നും പറഞ്ഞില്ല. ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടി സമീറ ദുആ ചെയ്തു. അല്ലാ, കുട്ടിയെ കാത്തു രക്ഷിക്കണേ അല്ലാ. മോളെ സമീറ, എന്താ സംസാരിച്ചിങ്ങനെ ഇരുന്നാൽ മതിയോ? ഉസ്താദേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. എന്ത്? ഞാൻ എന്നെ നുള്ളി നോക്കിയിട്ടൊന്ന് വേദനയുണ്ടോ നോക്കാനാണ്. അത് സത്യമായിട്ടും ഇത് യഥാർത്ഥം തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയണല്ലോ ഉസ്താദേ. അതെ, ഇത്രക്കും നല്ലൊരു ഉസ്താദിനെ എനിക്ക് കിട്ടിയത്. സമീറ, ഞാനത്ര നല്ലതാണോ? എന്താ എല്ലാവരും പോലെ തന്നെ അല്ലാതെന്താ? അവൻ്റെ ആ ഒരു ശബ്ദം അവളുടെ ചെവിയിലേക്ക് കേൾക്കുമ്പോൾ അവളുടെ ശരീരമാകെ കോരിത്തെരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. എന്താ ഒന്നും മിണ്ടാത്തത്? സമീറ, എൻ്റെ കൂടെ ഒരു ജീവിതം നീ ആഗ്രഹിച്ചിരുന്നോ? ഒരു നിമിഷം അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ, അത് എനിക്ക് സത്യം പറഞ്ഞ വിവാഹത്തെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയില്ലായിരുന്നു. കാരണം അത്രക്കും ഞാൻ... ഒരു നിമിഷം അതാ ഉസ്താദ് അവളുടെ തോളിലൂടെ കൈയിട്ടപ്പോൾ അറിയാതെ അവളുടെ ഡ്രസ്സ് അല്പം നീങ്ങി. അവൾ പെട്ടെന്നത് നീക്കി പിടിച്ചു. അല്ല, ഇതെന്താ ഇവിടെ ഒരു പാട്? അത് അവൾക്കത് പറയാൻ മടി തോന്നി. അതെ, തൻ്റെ കൈയിൻ്റെ ഒരു ഭാഗത്തായിട്ട് ശരിക്കും ഒരു വെട്ടുകൊണ്ട അടയാളം പോലെയാണ് അത്. അത് പറയണേ, എന്നോട് പറഞ്ഞൂടെ? നിൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും കേൾക്കാനാണ് ഞാൻ ഉള്ളത് കേട്ടോ. ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. പറ. ഇത് എൻ്റെ... അല്ലെങ്കിൽ വേണ്ടല്ലേ? നീ പറവണ്ണേ. അതെൻ്റെ ഭർത്താവ്. സോറി ആദ്യത്തെ... സാരല്ല, പറഞ്ഞു. അദ്ദേഹം ഒരു കത്തി കൊണ്ട് എറിഞ്ഞപ്പോൾ അറിയാതെ ഇവിടെ തട്ടിപ്പോയതാണ്. ഒരു നിമിഷം ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ പെണ്ണെ. ഉസ്താദിൻ്റെ ആ മനോഹരമായ മൃദുവായ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ആ ശരീരഭാഗത്തിൽ പതുക്കെയൊന്ന് ചുംബിച്ചു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. ഉസ്താദേ. സാരല്ല കേട്ടോ, ഇനി ആരും എൻ്റെ കുട്ടിയെ വേദനിപ്പിക്കില്ല കേട്ടോ. ഇനി ഞാനുണ്ടാവും. അഥവാ വേദനിപ്പിക്കാൻ നിങ്ങൾ വന്നു കഴിഞ്ഞാലേ ദാ എൻ്റെ കൈയിൻ്റെ ചൂട് അറിയും ആരായാലും. ഉസ്താദേ. അതെ, ഞാൻ വെറും ഉസ്താദ് മാത്രമല്ല കേട്ടോ. അല്പം കരാട്ടയും ജിമ്മൊക്കെ ഉണ്ട്. അത് പ്രാവർത്തികമാക്കേണ്ട സമയത്ത് ഞാൻ എടുക്കും. അതെ, വെറുതെ ആളുകളെ നമ്മൾ പ്രശ്നത്തിലാക്കാൻ പാടില്ല, വെറുതെ ആരെയും ഉപദ്രവിക്കാനും പാടില്ല. പക്ഷേ ഇങ്ങോട്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കൈ കൊണ്ടൊരു താങ്ങലായിരിക്കും. എന്താ? അതെ, തൻ്റെ ഭർത്താവ് ഒരു ഉസ്താദ് മാത്രമല്ല, നല്ല രീതിയിൽ ബോഡി സെറ്റപ്പുള്ള ആൾ കൂടിയാണെന്നറിഞ്ഞപ്പോൾ സമീറയുടെ മനസ്സിൽ 1000 പൂക്കൾ വിരിഞ്ഞു. അവൾ ഉസ്താദിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അത് ഉസ്താദിൻ്റെ ആ ഒരു ചെമ്പൻ നിറമുള്ള ആ കണ്ണിൽ നിന്ന് എന്തോ ഒന്ന് അവളുടെ ശരീരത്തിലേക്ക് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. ആ നോട്ടത്തിൽ എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട്. സമീറ, വരൂ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം കേട്ടോ. നിനക്ക് എന്തൊക്കെ എന്നോട് പറയാണ്ടെങ്കിലും പറയാം. എന്നാൽ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കോളൂ. നമുക്ക് പതുക്കെ അങ്ങ് കിടന്നാലോ?
എന്ന് തുടങ്ങിക്കോ. ബിസ്മിക് റബ്ബി വല്ലാത്ത ജംബി ഒബിക്കർഫോ ഇന്നം സക്ത നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അത് ചൊല്ലിത്തുടങ്ങുന്നു. ഇഖ്ലാസും അവ്യതേനിയും സ്വലാത്തുകളും ദിക്റുകളും എല്ലാം ചൊല്ലി. എൻ്റെ പെണ്ണെ, നിനക്കറിയോ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിക്ക് കൊടുത്ത ഗിഫ്റ്റ്? അത് നീ ചൊല്ലാറുണ്ടോ? അതെന്തായിരുന്നു? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. എന്താ, അതും കൂടി ചൊല്ലിക്കിടന്നാൽ വളരെ റാഹത്താണ് പെണ്ണെ, സത്യമായിട്ടും. ഒരു നിമിഷം ഉസ്താദ് അത് പറഞ്ഞപ്പോൾ തന്നെ അവളത് ചൊല്ലി തുടങ്ങി. ശരീരം ആസകലം തടവിയിട്ട് നമുക്ക് നമ്മുടെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? നിന്നെ ഞാനൊന്ന് ഉറക്കാൻ വിടുന്നുണ്ട്. ഒരു നിമിഷം ഉസ്താദിൻ്റെ വാക്കുകളിൽ വന്ന ആ ഒരു കുസൃതി സമീറയുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയിച്ചു. അതെ ഉസ്താദേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തും ചോദിക്കാം, എന്തും പറയാം. ഇത്ര തടിയുള്ള എന്നെ ഉസ്താദിന് എങ്ങനെ പറ്റി? തടിയോ? ഇതൊക്കെ ഒരു തടിയാണോ? തടിയില്ല ഞാൻ പിന്നെന്താ? എനിക്ക് തടിയാണ് ഇഷ്ടം നിൻ്റെ. അതെ, അത് വളരെയധികം മനോഹരമായ തടിയാണ് പെണ്ണേ നിൻ്റെത്. സത്യമായിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടു, ഒരൊറ്റ വട്ടം കണ്ടു, മനസ്സിലേക്ക് അങ്ങ് കയറിപ്പോയി. പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ പടച്ച റബ്ബിനോട് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യും. അല്ലാ, ഹൈറാണെങ്കിൽ എനിക്ക് നീ ഓളെ കൊണ്ടാ. എൻ്റെ കുട്ടിയെ നോക്കുന്ന പെണ്ണാണത്. എനിക്ക് ഓളെ കൂടെ ജീവിക്കണം. പഠിച്ചോനെ, എൻ്റെ സുഹറ അവളിടയ്ക്ക് സ്വപ്നത്തിൽ വന്ന് പറയുന്ന പോലെയുണ്ട്. അത് എൻ്റെ സുഹറ എന്നെ വളരെയധികം നിർബന്ധിക്കുകയാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അവളുടെ ആഗ്രഹത്തിൽ, അവളുടെ മനസ്സിലുള്ള ആ ഒരു ഓർമ്മകളിൽ എനിക്കൊന്നിനും തോന്നുന്നില്ലായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒറ്റപ്പെട്ടു പോയി, ആകെ വിഷമിച്ചു പോയി. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വസന്തമായിക്കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സമീർ കടന്നു വന്നത്. അവളുടെ ആ നനുത്ത പുഞ്ചിരി അതിൻ്റെ മനസ്സിൽ വല്ലാതെ ആകർഷിച്ചു. സത്യമായിട്ടും എൻ്റെ പൊന്നുമോളുടെ ഉമ്മച്ചിയായിട്ടും ഒക്കെ അവൾ ജീവിതത്തിലേക്ക് വന്നത്. റഹ്മാനെ, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഒരു പക്ഷേ ഖബറിനുള്ളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും റഹ്മാനെ എനിക്ക് ഇത്ര വിശാലമായ നല്ലൊരു റൂമും കാര്യങ്ങളും എല്ലാം ലഭിച്ചിട്ടുള്ളത്. ഒരു നിമിഷം ഉസ്താദ് സമീറയെ പതുക്കെ തലോടി. സമീറ, മാഷാ അല്ലാ, ഇതെന്താ? അവളുടെ തലയിൽ നിന്നും ഉസ്താദ് പതുക്കെ ആ തട്ടം അടർത്തി മാറ്റി. അതെ, കറുത്ത് നല്ല നീളമുള്ള ആ ഒരു കാർക്കൂന്തൽ, മനോഹരമായ ആ മുടി അത് കിടക്കുന്നത് കണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു, എൻ്റെ പൊന്നു, മാഷാ അല്ലാ, ഇത് ഞാൻ കണ്ടില്ലല്ലോ. ഇത്രയ്ക്ക് മനോഹരമായ മുടിയോ? ഓഹ്, സത്യം പറഞ്ഞാൽ ഇത് വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. എൻ്റെ പെണ്ണെ, ഞാൻ നിൻ്റെ മുടിയൊന്ന് പിന്നിട്ടോട്ടെ? ഞാൻ എൻ്റെ സുഹർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു. ഉസ്താദേ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. വേണ്ട, ഒരുപാട് പണിയാണ് മുടി മാനേജ് ചെയ്യാൻ. എനിക്കൊരു പണിയുമില്ല. അത് അവളുടെ മുടിയിഴകൾ പതുക്കെ ഉസ്താദ് മെടഞ്ഞിട്ട് കൊടുക്കുന്നു. എന്നാൽ അതിനിടയിൽ അവളുടെ ചെവിയിൽ ഓരോ ചുംബനങ്ങളും നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ അറിയാതെ സമീറ അതാ ഉസ്താദിൻ്റെ നെഞ്ചോട് ചേരുന്നു. ഉസ്താദ് അവളെ ചേർത്ത് പിടിക്കുന്നു, നെറുകയിൽ ചുംബിക്കുന്നു. ഈ ലോകവും അതിലുള്ള മുഴുവനും അവൾക്ക് ലഭിച്ചതായി സമീറക്ക് തോന്നുകയാണ്. റഹ്മാനെ, ഞാൻ സ്വർഗത്തിലെത്തിയോ? എനിക്കറിയുന്നില്ല റഹ്മാനെ. എനിക്ക് ഇത്രക്കും നല്ലൊരു സുഖജീവിതം അതേ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല റഹ്മാനെ. അല്ലാ. സമീറ, ഉസ്താദ് അതാ അവളെ നെഞ്ചോട് ചേർത്തു. ഒന്ന് ശ്വാസം മുട്ടിച്ചു. എന്താ, ശ്വാസം മുട്ടിയോ? ഇല്ല. എൻ്റെ പെണ്ണെ, നിൻ്റെ ഈ മനോഹരമായ കണ്ണുകൾ, മനോഹരമായ ഈ മൂക്ക്, ഈ ചുണ്ടുകൾ, ഈ പല്ലുകൾ, അതെ ഈ കവളുകൾ, ഇതെല്ലാം എനിക്കുള്ളതല്ലേ? അതെ, എല്ലാം എനിക്കുള്ളതാണ് അല്ലേ? എനിക്ക് മാത്രം. അവൾ പതുക്കെ ഒന്ന് മൂളി. എന്താ, പതുക്കെ മൂളുന്നേ ഉള്ളൂ? കറക്റ്റ് പറയുന്നില്ലേ? അതെ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദിന് വേണ്ടി മാത്രമുള്ളതാണ് അതെല്ലാം. സമാധാനമായി, എനിക്ക് സന്തോഷമായി കേട്ടോ. അങ്ങനെ അതാ അവർ അവരുടെ സന്തോഷകരമായ ആ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഉസ്താദ് ഓരോന്ന് പറഞ്ഞുകൊണ്ടും
ഓരോന്ന് പ്രവർത്തിച്ചുകൊണ്ടും സമീറയുടെ മനസ്സിൽ ഇടം നേടി കഴിഞ്ഞു. അത് അവരുടെ സുന്ദരമായ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ അലിഞ്ഞു ചേരുവാൻ വേണ്ടി അവർക്ക് രണ്ടുപേർക്കും വല്ലാതെ കൊതിയായി തുടങ്ങി. ഒരിക്കൽ പോലും വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ഈ ഒരു സംഭവം അവർക്ക് പെട്ടെന്ന് അരങ്ങേറിയതിൽ രണ്ടുപേർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. സത്യമായിട്ടും അവർ രണ്ടുപേരും അവരുടെ ജീവിതയാത്ര തുടങ്ങുകയാണ്. അതെ, അവർ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു ജീവിതം. പെട്ടെന്ന് ഉസ്താദ് സമീറ, ആ അതെ, തഹജ്ജുദിന് എപ്പോഴാണ് എണീക്കേണ്ടത്? നീ എപ്പോഴാണ് എണീക്കാറുള്ളത്? അതും എണീക്കാറില്ലേ? ഉണ്ട്, ഞാൻ 3:30 3:45 ഒക്കെ ആകുമ്പോൾ. ഞാനാണെങ്കിൽ 3 മണിക്ക് എഴുന്നേൽക്കൂട്ടോ. 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിച്ച് പിന്നെ കുറച്ചധികം ഖുർആൻ പാരായണം ചെയ്യണം. അതെ, സുബിഹാവോളം ഖുർആൻ. അത് നമ്മൾ എന്നും മുറുകെ പിടിക്കേണ്ട ഒന്നാണ്. അത് ഒരു ദിവസം ഒരു പേജെങ്കിലും കുറഞ്ഞ് നമ്മൾ ഓതണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു വാക്കുകൾ, അതെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാം ഒരു ദിവസം തൊടാതെ അത് ഓതാതിരുന്നാൽ ബർക്കത്തുണ്ടാവില്ലല്ലോ പെണ്ണേ, അല്ലേ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇതാ അവർ അവരുടെ സന്തോഷ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതുവരെയും മനസ്സിൻ്റെ ഭാരങ്ങൾ കൂട്ടിവെച്ച ആ ഒരു ഭാരങ്ങളെല്ലാം ഒഴിച്ചു വിട്ടുകൊണ്ട് അവർ രണ്ടുപേരും അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രണ്ടുപേരുടെയും മനസ്സിൽ വിഷമങ്ങളില്ല, ഭയമില്ല, ദുഃഖമില്ല. രണ്ടുപേരുടെയും മനസ്സിൽ സന്തോഷം മാത്രം. അതെ, സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം അത് അവർക്ക് ലഭിച്ചതിൽ വളരെയധികം അവർ പടച്ച റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഉസ്താദ് പറഞ്ഞു, എൻ്റെ പെണ്ണെ, നമ്മളിപ്പോൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നറിയോ? ഉസ്താദ് ബെഡ്റൂമിൻ്റെ ആ ജനലയിലെ കർട്ടൻ പതുക്കെ ഒന്ന് നീക്കി. മനോഹരമായ ആ ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടിരുന്നത്. അതെ, ലൈറ്റുകളും തോരണങ്ങളും ദൂരെ നിന്ന് കാണുന്നു. ദൂരെ നിന്ന് വാഹനങ്ങൾ അതാ പോകുന്ന ആ ഒരു ലൈറ്റ്, അപ്പുറത്തായിട്ട് കുന്നും മലയും എല്ലാം കൂടി ശരിക്കും ഒരു അടിപൊളി അഡാർ ലുക്കായിരുന്നു. സമീറയുടെ തോളിൽ കൈവിട്ടുകൊണ്ട് അതാ ഉസ്താദ് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. സമീറ, അതെ, എന്ത് ഭംഗിയാണല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാൻ. എന്നാൽ ആ കാഴ്ചയേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ച അതിൻ്റെ സമീറയാണ്. സത്യമായിട്ടും ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് സമീറ ഒരു നിമിഷം പുഞ്ചിരിച്ചു. സമീറയുടെ മടിയിൽ തല വെച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദ് പതുക്കെ അവൾ നോക്കി. സമീറ, എനിക്ക് സമ്മാനങ്ങളൊന്നുമില്ലേ? ഞാൻ നിനക്ക് മാത്രമാണല്ലോ സമ്മാനങ്ങൾ തരുന്നത്, എനിക്കൊന്നുമില്ലേ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സമീറക്ക് നാണം വന്നു. ഉസ്താദേ, എന്താ? ഒന്നുമില്ലേന്ന് ഞാൻ ചോദിച്ചത്. അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. അതെ, ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം അവൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഉസ്താദ് അപ്പോഴേക്കും അതാ അവളെ വാരി പുണർന്നിരുന്നു. അവരുടെ സുഖകരമായ സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവർ രണ്ടുപേരും പ്രവേശിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.